LPG കുഴിച്ചെടുത്ത് കിട്ടുന്ന സാധനമല്ല. ഇവിടെ ക്രൂഡ് കിട്ടണം. ക്രൂഡ് ആവശ്യത്തിന് കിട്ടിയാലേ ഇവിടെ ഈ റിഫൈൻമെന്റ് നടത്തി പറയുന്ന LPG-യും പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ അതൊരു പ്രൊക്യൂർമെന്റിന്റെ ഇഷ്യൂ ആണ്, മേജർ ഇഷ്യൂ. ഇത് സാധനമില്ല. അത് നമ്മുടെ വീട്ടമ്മമാരെയും ജനങ്ങളെയും പറഞ്ഞു മനസ്സിലാക്കണം. അത് കൂടാതെ എന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള സംവിധാനങ്ങളെ പറ്റി പറയണം. നമുക്ക് വരാൻ പോകുന്ന ഈ പറയുന്ന ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങളാ. ഞാൻ ഒരു വീട്ടമ്മയോട് ചോദിക്കാം, വീട്ടമ്മ പറയാനായിട്ടിരിക്കുക. കേന്ദ്രമായാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും രണ്ടുപേരും ഇതിന് ശ്രമിച്ചാലേ ഞങ്ങളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാവുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ വിറക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? വിറകിന് വില കൂടി തുടങ്ങി ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ നിങ്ങളിപ്പോ എങ്ങനെയാ നിങ്ങളുടെ ഒരു ശ്വാസം ബുദ്ധിമുട്ടാണ് ഗ്യാസ് കിട്ടാൻ. സത്യത്തിൽ ഈ പശ്ചിമേഷ്യ വീണ ബോംബ് അടുക്കളയിലാ വീണത്. സത്യം. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ സാറ് പറഞ്ഞു, ഇവിടെ ചർച്ചയിൽ പറഞ്ഞു, നമ്മൾ 86% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണെന്ന്. അപ്പോ നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാവണമെന്നല്ല പറഞ്ഞത്, പക്ഷെ എന്നാലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ എൻകറേജ് ചെയ്യണത് നല്ലതാണ്. ഈ ഇങ്ങനൊരു സിറ്റുവേഷനിൽ അടിക്കടിയുള്ള ഈ വില കയറ്റം ഒരു പരിധി വരെ അത് നിയന്ത്രിക്കാമെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.